ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ബീറ്റാ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പൊ ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്രയുണ്ടോ അതിനനുസരിച്ച് പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, അതും ബ്ലഡിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ വയലറ്റ് കളറിൽ കാണുന്നത് ഇൻസുലിൻ ആണ്, റെഡിലുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയാം. ഇത് ഒരു നോർമൽ പ്രൊസീജിയർ ആണ്. നോർമൽ പ്രൊസീജിയർ ഉദാഹരണം പറയാം. നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ, ഈ കോശങ്ങളിലേക്കാണ് ഈ ഗ്ലൂക്കോസ് ചെല്ലേണ്ടത്. ഒരു കോശം ഒരു റൂമായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ആ കോശത്തിനകത്തേക്ക് ഈ ഗ്ലൂക്കോസ് ചെല്ലണം. കോശത്തിനകത്ത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഫർണസ് ഉണ്ട്, ഒരു അടുപ്പ് പോലെ ഒരു സാധനം, റൈറ്റ്? അവിടേക്ക് ഈ ഗ്ലൂക്കോസ് ചെല്ലും. നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഓക്സിജനും ബ്ലഡിലൂടെ അങ്ങോട്ട് ചെല്ലും. വായുവിന്റെ ഓക്സിജന്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസ് കത്തും. കത്തിയിട്ട് എനർജി ഉണ്ടാവും, അതുപോലെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. എനർജി, കാർബൺ ഡയോക്സൈഡ്, വെള്ളം, ഇത് മൂന്നും ഉണ്ടാവും. എനർജിയും വെള്ളവും ശരീരം ഉപയോഗപ്പെടുത്തും. എന്നാൽ കാർബൺ ഡയോക്സൈഡ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് കളയും. ഇതാണ് നോർമൽ പ്രൊസീജിയർ, റൈറ്റ്? ഇവിടെ ഇൻസുലിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു റൂം, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ഓരോ റൂമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാതിലുണ്ട്. ആ വാതില് താക്കോലും പൂട്ടും ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസുലിന്റെ റോൾ എന്ന് പറയുന്നത് ഈ പൂട്ട് തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ, റൈറ്റ്? സോ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കും, വാതിൽ ഓപ്പൺ ആകും, ഗ്ലൂക്കോസ് റൂമിനകത്തേക്ക് പോകും അല്ലെങ്കിൽ കോശത്തിനകത്തേക്ക് പോകും. യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ വീഡിയോ. ഇവിടെ നമ്മുടെ കോശങ്ങളിൽ എല്ലായിടത്തും ഒരു ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. യെല്ലോ കളറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അത് ആ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് അവിടെ ഇൻസുലിൻ വന്നപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തു, അതാണ് കളർ ചേഞ്ച് ആയത്. അങ്ങനെ ഇൻസുലിനെ സ്വീകരിക്കുന്ന സ്ഥലത്ത് അത് വന്നു കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോശങ്ങളുടെ ഡോർ ഓപ്പൺ ആവും. ആ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാം. അതിനുള്ളിലേക്ക് എന്ത് ചെയ്തു? കോശങ്ങൾക്കകത്തേക്ക് ഗ്ലൂക്കോസ് പോകുന്നു. ഇത് നോർമൽ പ്രൊസീജിയർ ആണ്. ഇതാണ് സംഭവിക്കുന്നത്. ഗ്ലൂക്കോസ് കത്തിയിട്ട് എന്താവും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറ്റിക്കലി ആവാം. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്ക് അതിലുള്ള ബീറ്റാ സെൽസിന് ജനറ്റിക്കലി തന്നെ നാശം സംഭവിച്ചിട്ടുണ്ടാകും കുറെയൊക്കെ. അതുകൊണ്ട് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിക്കാൻ അതിന് കഴിയില്ല, അല്ലെങ്കിൽ ഉൽപാദന ശേഷി വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? എത്ര ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് ഇൻസുലിൻ ബ്ലഡിലേക്ക് ചെല്ലില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കും, റൈറ്റ്? അത് ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ്. ചെറിയ കുട്ടികൾ മുതൽ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നത് ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ്. അത് കുറെ നേരത്തെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റും എന്ന് മാത്രമല്ല, സഡൻ ആയിട്ടുള്ള സിംറ്റംസ് വരും. ചെറുപ്രായത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിന്റെ സിംറ്റംസ് ഒക്കെ കാണാൻ പറ്റും. അതിന് ലൈഫ് ലോങ് ഇൻസുലിൻ ആവശ്യമാണ്, കാരണം ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല. സോ ദേ ആർ കോൾഡ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണ് ടൈപ്പ് 1. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ആളുകളിൽ വരുന്നത്, ഒരു ഓൾമോസ്റ്റ് ഒരു 80 മുതൽ 90% ആളുകളിലും ഇന്ന് കാണപ്പെടുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവിടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഗ്ലൂക്കോസ് എത്രയുണ്ടോ അതിനനുസരിച്ച് ഇൻസുലിനും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ അവിടെ കാണാൻ പറ്റും. ഇൻസുലിനെ സ്വീകരിക്കുന്ന, റിസീവ് ചെയ്യുന്ന ആ ഭാഗം ഒരു എക്സ് മാർക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മുകളില്. ഇൻസുലിനെ സ്വീകരിക്കുന്ന ആ ഇൻസുലിൻ റിസപ്റ്റേഴ്സ്, അതിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ഇൻസുലിനെ തിരിച്ചറിയാൻ കഴിയില്ല. അതേപോലെ ഈ ഇൻസുലിൻ റിസപ്റ്ററിന്, ഇൻസുലിനെ സ്വീകരിക്കുന്ന ഭാഗത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഭാഗം കോശങ്ങൾക്കകത്തുണ്ട്. അതാണ് താഴെ കാണുന്ന എക്സ് മാർക്ക്. അവിടെയും ഫംഗ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ മുകളിലേക്ക് എത്തില്ല. അപ്പൊ എന്ത് ചെയ്യില്ല? ഇൻസുലിൻ റിസപ്റ്ററിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള കോശം ഒരു റൂം ആണെങ്കിൽ പൂട്ടും താക്കോലും ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അധികം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പൂട്ടാണെങ്കിൽ നമ്മൾ കറക്റ്റ് താക്കോൽ ഇട്ടാലും, അതിനകത്ത് പൂട്ടിനകത്ത് തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് താക്കോൽ ഇട്ടാലും ചിലപ്പോൾ തുറക്കാൻ കഴിയില്ല, സ്റ്റക്കാവും, അല്ലെ? അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ലോക്ക് തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആൾക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറാനും പറ്റില്ല.
ഇതേ അവസ്ഥയുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇൻസുലിനെ സ്വീകരിക്കുന്ന ഭാഗത്ത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന് കറക്റ്റ് നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല. ഈ സംഭവം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യില്ല പ്രോപ്പറായിട്ട്. ഗ്ലൂക്കോസിന് അകത്തേക്ക്, എല്ലാ ഗ്ലൂക്കോസിനും അകത്തേക്ക്, കോശങ്ങൾക്ക് അകത്തേക്ക് പോകാൻ സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ബ്ലഡിൽ ആ ഗ്ലൂക്കോസ് ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ